ഇവിടെ എത്തിയിട്ടുണ്ട്. സോ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആയിഷാനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, എനിക്കതല്ലപ്പോ ഈ അപ്പുപ്പന്താടിന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, ആ ബില്ല് പാസ്സായി. ഏതൊക്കെ മൂല്യന്മാരത്ത് പോയി അതൊന്ന് പാസ്സാകരുതേ എന്ന് എഴുതിയിട്ട്. അപ്പൊ അതൊക്കെ വെറുതെ ആയില്ലേ. ആ ബില്ല് പാസ്സായില്ലേ, ട്രാൻസ്ജെൻഡേഴ്സിന്റെക്കായും ബുദ്ധിമുട്ടാക്കരം ഈ ആഷിക്ക്. മറ്റോനുള്ള വേഷം കെട്ടിയിട്ടേ അതിന്നുള്ള കായും കൊണ്ടല്ലേ 3 നേരം തടി അളകാതെ ചാപ്പാട് പഠിച്ചിരുന്നത്. ഇനിയിപ്പോ അതും ഉണ്ടാവൂല. അതൊന്നും കണ്ടോക്കി. പ്രതിപക്ഷ എതിർപ്പിനിടെ ട്രാൻസ്ജെൻഡർ ബിൽ ലോക്സഭ പാസാക്കി. ജനിതക ശാരീരിക വ്യത്യാസങ്ങൾ മാത്രം ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് ബിൽ പാസാക്കിയത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് കൃത്യമായ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനാണ് ഭേദഗതിയെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. കിന്നർ, ഹിഡ്ജ, അരവാണി, യോഗ്ത തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക സ്വത്വമുള്ളവരെ മാത്രമേ ഇനി ട്രാൻസ്ജെൻഡറായി കണക്കാക്കൂ. വ്യക്തിപരമായ താല്പര്യമോ സ്വയം പ്രഖ്യാപിത ലിംഗസ്വത്വമോ ഇതിനായി അംഗീകരിക്കില്ല. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. സ്വയം ലിംഗപദവി നിർണ്ണയിക്കാനുള്ള അവകാശം ബില്ല് തകർക്കുന്നുവെന്നും ഇത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇതാ കേട്ടില്ലേ, ഇതിലിപ്പോ ഉള്ളതൊക്കെ ഇപ്പോ എനിക്കെതിരായിരിക്കുന്ന എനിക്ക് തോന്നണേ. ഇത്രയും കാലം കഴിഞ്ഞ പോലെ എനിക്ക് സ്വത്തം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത്. ഇങ്ങനെ പെട്ടെന്ന് സ്വത്തം തിരിച്ചറിഞ്ഞ ആൾക്കാർക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിലേ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ അല്ലേ ഇനി മറ്റേ ട്രാൻസ്ജെൻഡർ കാർഡ് കിട്ടൂലാന്ന്. പ്രത്യേകിച്ച് ഒരു പെണ്ണും കെട്ടിയിട്ടേ 10-30 കൊല്ലം ആണായി ജീവിച്ച ആൾക്കാർക്കേ തീരെയും കിട്ടൂലാന്ന്. ഇവനിഞ്ഞി ഇവിടുന്നൊക്കെ ഒരു പേപ്പറൊക്കെ ഒപ്പിച്ചിട്ടേ നേരെ കോടതി പോയി കഴിഞ്ഞാലേ അവിടുന്ന് ആരെങ്കിലും ഈ റീല് കാട്ടിക്കൊടുത്തു കഴിഞ്ഞാലേ അവിടെ കഴിഞ്ഞു മറ്റേ അതൊന്നും കണ്ടോക്കി. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ വന്ന് ദുബായിലൊക്കെ വന്ന് ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ചു എങ്ങനെയല്ലോ ഒന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്താൻ വേണ്ടി വിചാരിച്ച് നമ്മൾ നാട്ടിൽ പോയാൽ നമ്മൾ നാട്ടിൽ നിൽക്കുമോ? ഓ പിന്നെന്താ, നാട്ടിൽ നിൽക്കുമല്ലോ. അതിന് ഉത്തമ ഉദാഹരണം ജന്നല്ലേ. നാട്ടിൽ പണിയും തൊഴിലൊന്നും ഇല്ലെങ്കിലേ പെൺവേഷം കെട്ടിയിട്ടേ സുഖസുന്ദരായിട്ട് ജീവിക്കാന്നുള്ളതേ ഇതാജിപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കാണ്. അത് പോട്ടെ, ഈ കട്ട താടി മാറ്റിയിട്ടേ ഈ ഗാംഭീര്യമുള്ള സൗണ്ടും മാറ്റിയിട്ടേ ഒരു സുപ്രഭാതത്തിലേ താം തരികിടത്തോം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതപ്പം തരും എനിക്ക് കാർഡ്. എനിക്ക് കാർഡെല്ലാം കിട്ടുക ചിലപ്പോൾ നല്ല ആട്ടാക്കാരം. വെറുതെ വസളാകാൻ നിൽക്കണ്ട. ഇതിപ്പോ ഇവന്റെ കാര്യം മാത്രല്ല, ആകെ വോട്ടർ പട്ടികയിലുള്ളതേ 251 ആൾക്കാരുള്ളൂ ട്രാൻസ് ആയിട്ടുള്ളത്. ഇതൊന്നല്ലേ ഏറ്റവും വലിയ വിറ്റ്. മറ്റേ ഡ്രൈ നയൻതാരല്ലേ, മറ്റേ ദീപ്തി കല്യാൺ, അതും കൂടി ഈ ലിസ്റ്റിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെറുതെ അല്ല മറ്റേ സമരത്തിനൊക്കെ മുൻപന്തിയിൽ നിന്നിട്ടേ അലാക്കിന്റെ ഘോര ഇങ്ങനെ പ്രസംഗിച്ചിരുന്നത്. അതൊന്നും ഉണ്ടോക്കി. കണ്ടില്ലേ, ആദ്യം ഇവരൊക്കെ ഈ കൈകോട്ടിന് നിർത്തണം. ആ കൈകോട്ട് കാരണേ രാത്രി കാലങ്ങളിലും മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സമാധാനത്തോടെ നേരത്തിലൊന്നും പോകാൻ കഴിയില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ഈ കൊട്ട് നിർത്തിയും ബാക്കിയൊക്കെ പിന്നാലെ വരും. പിന്നെന്താണ് പറഞ്ഞ് പൊക്കി നോക്കിയിട്ട് കാർഡ് തരാൻ നാണമില്ലേന്നോ? എന്തിനാണ് നാണക്കേട്? ഇപ്പൊ ഒരാൾ ഗൾഫിൽ ജോലി കിട്ടിയെന്ന് എത്തിക്കോളി. അപ്പൊ ഈ പറഞ്ഞമാരിയെ സകല ടെസ്റ്റുകൾ എടുക്കേണ്ടി വരും. എന്നിട്ട് അവിടെ ചെന്നിട്ട് മെഡിക്കലിനെ അടി മുതൽ മുടി വരെ നമ്മളെ പരിശോധിക്കും. എന്നിട്ട് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് നാണമാനൊന്നുമില്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ ഇതും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അപ്പൊ അതിന് ഇങ്ങനത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ എന്തേലൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടേ ഇനി പഴയമാരുള്ള കോപ്രായങ്ങളൊന്നേ ഇനി നടപടിയാവൂല. പിന്നെ അതൊന്നല്ലേ, ഇവര് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് പലയിടങ്ങളിലും നടക്കുന്നത്. അതൊന്നും ഉണ്ടോക്കി. ഈ ഡ്രസ്സ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പ് ആയിട്ടുണ്ട്. ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ട് വരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. അതിന്റെ ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സല്ല. അതാ പറയണേ, ഇതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഇറക്കിയ ഡ്രസ്സാണെന്നേ. അല്ല, ഞാനതല്ല ആലോചിക്കണേ. പിന്നെ ഇജ്ജെന്തിനിട്ടിക്കണേ? ഇനിയിപ്പോ മറ്റവനക്ക് വേണ്ടിയിട്ടേ പ്രത്യേകമായിട്ട് ബാത്റൂം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോ അനക്കൊക്കെ വേണ്ടിയിട്ടേ പ്രത്യേകമായിട്ട് ഡ്രസ്സും നിർമ്മിക്കണം. ഏത് ഡ്രസ്സാന്നല്ല, അത് ഇടണിയിലാണ് ആ മാന്യത കാണിക്കേണ്ടത്. പിന്നെ കുറച്ചേലും നാണവും ബോധമൊക്കെ ഉള്ള സ്ത്രീകളില്ലേ ഇങ്ങനെ മാറി കാണിക്കുന്ന ഡ്രസ്സൊന്നും ഇടൂല. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നല്ലോണം കായിറക്കിയതല്ലേ. അപ്പൊ അത് 4 ആൾ കാണട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മാറ് മറക്കാനായിരുന്നു സമരം. ഇപ്പൊ അത് നേരെ തിരിച്ചാ, മാറ് കാണിക്കാനാണ് സമരം. ബെസ്റ്റ്. പിന്നെ അതുമല്ല, ഇവരെ അമ്മമാരെയും പെങ്ങന്മാരെയൊക്കെ കുറിച്ചിട്ടേ എന്തൊക്കെ ഫിലോസഫി ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും കേട്ടോക്കി. ഇപ്പൊ ഈ കുനിഞ്ഞത് നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക? നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ് ശരി. ഈ ചെങ്ങായി എന്താ ഈ സ്ത്രീകളുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യണേ? സ്ത്രീകൾക്ക് ജനിച്ച മുതലേ ഉള്ളതായതുകൊണ്ടേ അത് സമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു വസ്തു അല്ല എന്നുള്ളതൊക്കെ നല്ല ബോധ്യമുണ്ട്.
അതുകൊണ്ടേ അതാരും കാണരുത് എഴുതിയിട്ടേ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് തന്നെയാണ് ഭൂരിഭാഗം സ്ത്രീകളും ജീവിക്കണേ. പിന്നെ വേറെ കുറേ അപരാധികളുണ്ട് ഇത് കാണിക്കാനായിട്ട് നടക്കണേ, ഓരോട് വെറും പുച്ഛം മാത്രം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിക്കണോ, ഇവര് പെണ്ണിന്റെ മാരിയാവാൻ വേണ്ടിയിട്ടേ ഓരോ നവരസങ്ങൾ കാട്ടണേ. ഇത് അതൊന്നും ഉണ്ടോക്കി. കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലു. അയ്യോ, ഇത് കണ്ടാലേ മറ്റേ LKG പഠിക്കണ കുട്ടികളുണ്ടാവില്ലേ സ്റ്റേജിൽ കയറിയിട്ട്, എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ, ബാക്കി അറിയില്ല. അതേമാതിരി ഉണ്ട്. ഇവരൊക്കെ വിചാരം എന്താ അറിയോ, ഇങ്ങനെയൊക്കെ കാട്ടിക്കഴിഞ്ഞാലേ ഇവരെ അസല് പെണ്ണാവുന്ന. അതിന് നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിയിട്ടും കാര്യമില്ല, അതാവൂല. അപ്പോഴേക്കിനും മറ്റാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഈ വീഡിയോ കണ്ടത് നിങ്ങൾ എല്ലാവരും ഈ വീടിന്റെ റിയൽ എന്താണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടായിരുന്നു കേട്ടാ. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ, എന്നൊക്കെ കണ്ടോളൂ. എന്തായാലും കേൾക്കണം. നിങ്ങൾ എന്താ പറയാന്നുള്ളതൊക്കെ നമുക്കറിയാം, എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിലോ പറയേ. അങ്ങോട്ടൊക്കെ ചുണ്ണിമാമ എന്ത് ഭംഗിയാണ് കാണാന്, നമുക്ക് അവിടെ പോയിട്ട് എടുത്ത് കഴിച്ചാലോ. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും വായ തുറന്ന് പറയും ചുണ്ണിമാമ. ഇന്നലെ വാവ് ഒരു സൈക്കിളോട്ട് പോലിക്കണേ കളിക്കണം ചുണ്ണിമാമ. അങ്ങോട്ടൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ കളിക്കണ്ടേ, കൊതിയാവണേ. എന്തായാലും നമുക്ക് ഉണ്ടാക്കും പോണട്ടാ. നമ്മക്കറിയാം അതൊക്കെ തന്നെ പറയാക്കറന്ന്. എന്തായാലും ആ പറഞ്ഞാൽ എളുപ്പമാണ് ചെയ്തോളി. ഇല്ലെങ്കിൽ പിന്നെ മറ്റേ അപ്പുമ്പന്താടിനെ കിട്ടൂല, ഓന്റെ കഞ്ഞുകൂടി മുട്ടാൻ പോകല്ലേ. മനസ്സിലായില്ല? എന്റെ കെട്ടുമാറപ്പോ കഴിച്ചു വെക്കാനേ ഓർഡർ വന്നിക്കണൂന്ന്. ഇപ്പോഴാണ് ഇവൻ പറഞ്ഞ പഴയൊരു പ്രസ്താവന എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് അതൊന്നും ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടോക്കി. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മ. ഉമ്മാക്ക് നല്ലൊരു മരുവോള തന്നെ ആയിരിക്കും ഞാൻ. മരുവോളല്ല മരുവന്. അതിന് തീരുമാനമായി. ഒക്കെ അയച്ചു വെച്ചിട്ടേ സറണ്ടർ ആയിക്കോ. എന്നിട്ട് നേരെ പോയിട്ടേ ആ ഉമ്മാന്റെ അടുത്ത് മാപ്പും പറഞ്ഞളാ. ചിലപ്പോ എന്നെ ആശിന്റെ മാപ്പിളാക്കിയാലോ. എനിക്ക് ആ അപ്പൂപ്പന്താടിൻ്റെ അടുത്താ പറയാനുള്ളത്. എടാ ചെങ്ങായേ, ഇനിയെങ്കിലും വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇവന്റെ കത്തിക്കല് കണ്ടിട്ടേ ഇജ്ജ് ജീവിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ പണിയെടുത്ത് ജീവിക്കാനും അന്യം കൊണ്ട് വയ്ക്കൂല. എനിക്ക് വയർപ്പിന്റെ അസുഖമല്ലേ. അതുകൊണ്ടേ ഇപ്പോഴും വഴുകിയിട്ടില്ല. നേരെ എൻ്റെ വീട്ടിൽ പോയിക്കോ. എൻ്റെ ഉമ്മ എന്നെ പൊന്നുപോലെ നോക്കും. പറ്റിയ എനിക്ക് നല്ലൊരു ജീവിതവും കിട്ടും. ഇനി വേണമെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്ക. മരിച്ചാലടക്കം പറയരുതെന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു. ഇനി മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പെന്തിനാണ്. കണ്ടില്ലേ, ജീവിച്ചിരിക്കുമ്പോഴെങ്കിലേ അതിനൊരു സമാധാനം കൊടുക്ക്. ഇനിയും നേരം വെക്കിയിട്ടില്ല. ഇപ്പൊ പോണെങ്കിൽ പോയിക്കോ. ആ ഉമ്മാന്റെ കാലം കഴിഞ്ഞാലേ അന്നെ ആ പരിസരത്തേക്ക് അടുപ്പിച്ചൂല നാട്ടുകാരും വീട്ടുകാരും. ആരോട് പറയാല്ലേ, ഇവർക്കൊക്കെ അല്ലേ പാഠം പഠിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി ഇങ്ങനെ ഓരോരോ പണി വന്നുകൊണ്ടേയിരിക്കും, അപ്പൊ മനസ്സിലായിക്കോളും. അതിനൊക്കെ ആയിട്ടേ കാത്തിരുന്നോളിയും. എന്തായിരുന്നു ഓലൊക്കെ കോപ്രായ കളി, എല്ലാത്തിനും ഇപ്പൊ ഒരു അറുതിയായില്ലേ. അപ്പൊ അതിനൊക്കെ നിയമപരമായിട്ട് തന്നെ തീരുമാനമായിക്കണു. അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ നിർത്താണ്. അപ്പൊ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.